നമസ്കാരം. ഇന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ പ്രധാന ചോദ്യം, നമ്മുടെ ഈ പല ഡയമെൻഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ ഈ ഭാവന ഡയമെൻഷൻ എന്നൊരു സാധനമുണ്ടോ? ശരിക്കും നമ്മളുടെ മറ്റ് തലങ്ങൾ ഈ 3 ഡയമെൻഷന് അപ്പുറത്തോട്ട് തന്നെ 4th ഡയമെൻഷൻ ഉണ്ട്, 5th 6th അങ്ങനെ പല ഡയമെൻഷൻസ് ഉണ്ട്. അതിലെ ഓരോ ഡയമെൻഷൻസിലും ഭാവന തലം എന്ന് പറയുന്ന ഒരു തലമുണ്ട്. നമുക്ക് തൊട്ട് മുകളിലുള്ള 4th കാര്യം പറയാം. അതിലെ ഒരു വിഭാഗമാണ് ഈ മായ ലോകം എന്ന് പറയുന്ന ഒരു ലോകം, പിന്നെ ഭാവന ലോകം. ഇതൊക്കെ ഒരു ഡയമെൻഷന്റെ അകത്തുള്ള ഓരോ വിഭാഗങ്ങളാണ്. ഈ മായാലോകം എന്ന് പറയുന്നതാണ് നമ്മളുടെ ചില ചോദ്യങ്ങളുടെ ഉത്തരം. ആ ഉത്തരങ്ങൾ നമുക്ക് ആ ലോകത്ത് കൊണ്ടുപോയിട്ട് ഒരു മായയാണ്, താൽക്കാലികമായി ഉണ്ടായി വരുന്ന ചില കാര്യങ്ങളാണ് ഈ മായാലോകത്തുള്ളത്. മായയാണ്, കുറച്ചു മാഞ്ഞു പോകും. അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ ആത്മാവിനെ കൊണ്ടുപോയിട്ട് സാങ്കല്പിക കഥകളിലൂടെ, ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നതും നമ്മളുടെ ജോലി ചെയ്ത ഫീൽഡ്, ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡ്, നമ്മളെ ബന്ധുക്കള്, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മൾ പണ്ട് കണ്ടു വളർന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. ഇത് വെച്ചും കൊണ്ട് ഒരു ഒരു ലോകം, ഒരു നാടകം പോലെ താൽക്കാലികമായ ഒരു സൃഷ്ടി അവിടെ നടക്കുകയും അതിലൂടെ നമുക്ക് കഥാരൂപേണ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച് നമ്മളത് മനസ്സിലാക്കി ആത്മാവ് നമ്മളിലേക്ക് വരികയും ചെയ്യും. ഇതൊരു തലമുണ്ട്, ഇങ്ങനൊരു സെക്ഷനുണ്ട്. 4th ഡയമെൻഷനിലുള്ള ഒരു മെയിൻ സ്ഥലമാണത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും സംശയങ്ങളോ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ആയിട്ട് നമ്മൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത്, ആ സമയങ്ങളിൽ നമ്മുടെ ആത്മാവ് സ്വാഭാവികമായിട്ട് ഇതിന്റെ സൊല്യൂഷൻ എന്ന നിലയിൽ ഈ മായാലോകത്ത് നിന്നുമാണ് പല കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് സ്വപ്നം പോലെ നമ്മളുടെ മനസ്സിലേക്ക് തരുന്നത്. ഇത് നമ്മൾ ഓർത്തിരുന്നാൽ നമ്മൾ അതിൽ നിന്ന് അർത്ഥം ഗ്രഹിച്ച് മുന്നോട്ട് പോകാം. ഇതിനെയാണ് ഞാൻ പറയുന്നത് സ്വപ്നത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കണം എന്ന് പറയുന്നത്. കാരണം ഇത് ഈ ഡയമെൻഷനിൽ ഇങ്ങനെയുള്ള ചില ഭാവന മായ താൽക്കാലിക കഥകൾ ഉണ്ടായി വരുന്നത് ഇതിന് തൊട്ടു മുകളിലുള്ള അദൃശ്യ ശക്തികളിലൂടെയാണ് ഈ ലോകം, ഈ ഒരു കഥ ഉണ്ടായി വരുന്നത്. താൽക്കാലികമാണ്. നമ്മൾ കണ്ടു കഴിയും, നമുക്ക് വേണ്ടി ഉണ്ടാകുന്നു, കണ്ടു കഴിയുന്നു, അപ്പൊ തന്നെ മാഞ്ഞു പോകുന്നു. അടുത്ത എന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നം ഉണ്ടെങ്കിൽ വീണ്ടും ഈ ഭാവന ലോകത്തേക്കാണ് ആത്മാവ് പെട്ടെന്ന് ഓടി വരുന്നത്. ഭാവനയല്ല, ഈ മായാലോകത്ത് പെട്ടെന്ന് ഓടി വന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യുന്നു, പെട്ടെന്ന് കഥാരൂപേണ എന്തെങ്കിലും കാണുന്നു. ഇത് മില്ലി സെക്കൻഡുകളിൽ അകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ഇത് ഉണ്ടായി വരുന്നതും നമ്മുടെ ആത്മാവിലോട്ട് ട്രാൻസ്ഫർ ആവുന്നതും അത് സ്വപ്ന രൂപേണ നമുക്ക് വരുന്നതൊക്കെ വളരെ മൈന്യൂട്ട് സമയത്ത് വളരെ ഇന്റലിജന്റ്, ഒരു വലിയൊരു ഇന്റലിജൻസി അടങ്ങിയ ഒരു സംഗതിയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അത്രയും ലെവലിൽ നമ്മളെ ശാസ്ത്രമൊന്നും ഒന്നും എത്തിയിട്ടില്ല. പെട്ടെന്ന് ഉണ്ടായി വരുന്നു, പെട്ടെന്ന്. ഇതൊക്കെ എവിടെയാണ് എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു തലങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഭാവനാ ലോകം എന്ന് പറഞ്ഞ ലോകമുണ്ട്. ഈ ലോകത്തും നമ്മൾ ആത്മാവ് സഞ്ചരിക്കും. അപ്പൊ ആത്മീയമായി വളർച്ച വന്ന് ഈ വിധ സത്യങ്ങളെല്ലാം തിരിച്ചറിയാത്ത വ്യക്തികളുടെ ആത്മാക്കൾ കൂടുതലും ഈ ഭാവനാ ലോകത്ത് കിടന്നാണ് കറങ്ങുന്നത്. അത് മെയിനായിട്ട് പിള്ളേർക്കാണ്, കൊച്ചു കുട്ടികളാണ്. ഒട്ടും ആത്മീയ വളർച്ച വരാത്തവർക്കും ഈ കൊച്ചു കുട്ടികൾക്കുമാണ് ഈ ഭാവനാ ലോകം. ഈ പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അവരൊക്കെ ഉറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ കൈ ഇട്ടടിക്കുന്നു, കാലിട്ടടിക്കുന്നു, ചിരിക്കുന്നു, ചില സൗണ്ടുകൾ ഉണ്ടാക്കുന്നു. കാരണം അവരുടെ ആത്മാക്കൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ ഈ ഭാവനാ ലോകത്ത് പോയി അവർ പകൽ കണ്ട കാര്യങ്ങളും അവരുടെ അറിവിലൂടെ ചില കാഴ്ചകളൊക്കെ കണ്ട് രസിക്കുന്നത്. അതായത് നമ്മളിപ്പോ വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ന് പറയുന്ന വ്യക്തികൾ ടൂർ പോവുകയും ചില കാഴ്ചകൾ കാണുകയും സ്ഥലങ്ങളൊക്കെ കാണുകയും ചിലപ്പോൾ സിനിമയ്ക്ക് പോവുകയും ചിലപ്പോൾ നാടകം കാണും, നമ്മൾ ചിലപ്പോൾ മിമിക്രി കാണും. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ചില എന്റർടൈൻമെന്റ്സ് നമ്മൾ ചെയ്യാറില്ലേ? ഇതുപോലെ തന്നെ നമ്മൾ ആത്മാവും ചില എന്റർടൈൻമെന്റ് ചെയ്യും. അതാണ് ഈ ഭാവനാ ലോകം. അത് വെറുതെ ഒരു എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ കണ്ട കാര്യങ്ങളും നമ്മൾ ഇതൊക്കെ വെച്ചും കൊണ്ട് ഒരു സാങ്കല്പിക കഥയുണ്ടായി വെറുതെ എൻജോയ്മെന്റ് ചെയ്ത് തിരിച്ചു വരും. ഇപ്പൊ തന്നെ ഒരു ചാനലില് ഒരു കൊച്ചുകുട്ടി പറയുന്നു, ഗണപതി, ഞാൻ നേരത്തെ ചെറുതായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, പക്ഷെ വിശദമായിട്ടാണ് ഇപ്പൊ പറയുന്നത്. ഗണപതിയുടെ കൂടെ കളിച്ചു, ആഹാരം കഴിച്ചു, പിന്നെ ശിവന്റെ കൂടെ പാർവതിയുടെ കൂടെയൊക്കെ സംസാരിച്ചു, അവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചു എന്നൊക്കെ ചില വ്യക്തികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കിതിന്റെ കാര്യം അറിയാം. കാരണം ദൈവം എനിക്ക് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഈ പല പല തലങ്ങൾ വരുമ്പോൾ ഞാൻ ചില സ്വപ്നങ്ങളെ കാണാറുണ്ട്. ഇതേപോലെ ചില അദൃശക്തികൾ കൂടെ അങ്ങനെ പോകുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. പണ്ട് 15-20 വർഷം മുമ്പൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ കണ്ടപ്പോൾ അന്നേ ദൈവത്തോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്? ഇത് ശരിക്കും ഇല്ലല്ലോ, പക്ഷെ ഉള്ളതായി കാണുന്നല്ലോ. അപ്പം ദൈവം പറഞ്ഞു, ഇത് ആത്മാവിന്റെ ഒരു എന്റർടൈൻമെന്റ് ആണ്. ഇത് ആർക്കും പറ്റും, മൃഗങ്ങൾക്കും പറ്റും, അവരും ചെയ്യുന്നുണ്ട്.
അതൊക്കെയാണ് അവർ ചിരിക്കാൻ കളിക്കുകയൊക്കെ ചെയ്യുന്നത് ഉറക്കത്തിൽ കിടന്നു. അപ്പൊ അവരും ഇത് കാണുന്നുണ്ട്, നമ്മളും കാണുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഉറക്കത്തിൽ കണ്ടും കൊണ്ട് ചിരിക്കും. അപ്പൊ അടുത്തുള്ളവർ പറയും രാത്രിയുടെ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ എന്ന് പറയും. അതിന്റെ കാരണം നമ്മൾ എൻജോയ് ചെയ്യേ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ലോകമുണ്ട്. അവിടെ പോയി നമ്മൾ വിശ്രമവേളകളിൽ എൻജോയ് ചെയ്യും. ഇത് നമുക്ക് പകലും വേണമെങ്കിലും ഈ എൻജോയ്മെന്റ് ചെയ്യാം. വേറൊന്നും വേണ്ട, ഹാഫ് ഉറക്കം, ബോധ മനസ്സിനെ ഒന്ന് ഉറക്കിയാൽ മതി, ആത്മാവ് ആ തലത്തിൽ പോയി എൻജോയ് ചെയ്യും. പക്ഷെ അത് വെറും എൻജോയ്മെന്റ് ആണെന്നും അതിലൂടെ നമുക്ക് പ്രത്യേകിച്ച് ആത്മവളർച്ചയൊന്നും വരുന്നില്ലെന്നും ഇതെന്ന സത്യം തിരിച്ചറിഞ്ഞിട്ട് ഈ വിധ അറിവുകൾ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മുമ്പൊക്കെ പറയണത് പോലെ, ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ ഒരു തോക്കെടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ പോയി കളിച്ചോ എന്ന് പറയുന്നത് പോലെയാണ് ഈ ആത്മീയമെടുത്ത് ഈ ഒരു അറിവില്ലാത്തൊരു വ്യക്തിയുടെ കയ്യിൽ ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ പോയി ചെയ്തോ എന്ന് പറയുന്നതിന് തുല്യം. ഇപ്പൊ ധ്യാനമാണെങ്കിലും അതാണെങ്കിലും ഇതിനെല്ലാം കാര്യകാരണങ്ങൾ തിരിച്ചറിയണം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, എത്ര നേരം, അതിന്റെ ഉദ്ദേശം എന്താണ്, ഇത് ചെയ്താൽ തന്നെ എങ്ങനെയാണ് ഫലം കിട്ടുന്നത്, ഫലം കിട്ടുമോ, കിട്ടാത്തതിന്റെ കാരണം, ഇങ്ങനെയുള്ള സകല ഏറ്റവും ഇസഡ് തിയറികൾ പഠിച്ചു വെച്ചിട്ട് വേണം നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ ചെയ്യാൻ, എങ്കിലും ഉപയോഗം വരുള്ളൂ. അതുപോലെ തന്നെ ഈ ഭാവനാ ലോകം എന്ന് പറഞ്ഞ ലോകം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. അവിടെ പോയി എൻജോയ്മെന്റ് ചെയ്ത് കണ്ടു കറങ്ങി. ഇപ്പൊ തന്നെ ചില വ്യക്തികൾ പറയാറുണ്ട്, ക്രിസ്ത്യ മേഖല ഞാൻ പലതും കേട്ടിട്ടുണ്ട്, ഞാൻ കുറച്ചു നേരത്തേക്ക് ഔട്ടായി പോയി, അപ്പോൾ ഞാൻ ഇങ്ങനെ പോയി പൂന്തോട്ടം കണ്ടു, സ്വർഗം കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു എന്നൊക്കെ പറയുന്നതിൽ ചിലത് ദൈവം അവർക്ക് വിശ്വാസം വരാൻ വേണ്ടി കാണിച്ചെടുക്കുന്ന ഒരു ഭാവനയാണത്. ഇതാണ് ഈ ഭാവന ലോകത്ത് നടക്കുന്ന സാധനങ്ങൾ. നമ്മുടെ മനസ്സിൽ നമ്മുടെ സങ്കല്പം. ഇപ്പം ചില ക്രിസ്തീയ മേഖലയിലൂടെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, സ്വർഗം എന്ന് പറയുന്നത് ഫുൾ സ്വർണമാണ്, അവിടെ കംപ്ലീറ്റും പൂക്കളുണ്ട്, ഇഷ്ടം പോലെ പഴവൃക്ഷങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു വെച്ച ഒരു സാധനമുണ്ട്. സാധനം വെച്ചിട്ടാണ് ഈ ഭാവന ലോകം ഉണ്ടായി വരുന്നത്. അതും മറ്റൊരു ഡയമെൻഷനിലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ചിലര് സ്വർഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നരകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് അവർ പഠിച്ച് മനസ്സിലാക്കി വെച്ചാണ് ഈ ആത്മാവ് മരണശേഷം അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അവരുടെ ആ ഭാവനയിലൂടെ അവരെ ഇത് അനുഭവിപ്പിക്കും. ഇതൊരു വിഭാഗമാണ്, നമ്മുടെ ഈ മറ്റു ഡയമെൻഷനിലുള്ള ഒരു വിഭാഗമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണ്, എനിക്ക് ഭാവന ലോകത്തൊന്നും പോണ്ട, ഇങ്ങനെ ഭാവനയൊന്നും ഇല്ലാത്ത വെറും എനർജിയായ ഒരു ശക്തി മാത്രമായ, അല്ലെങ്കിൽ ഒരു മനസ്സ് മാത്രമായ, അല്ലെങ്കിൽ ഒരു ആത്മാവ് മാത്രമായ ആ ദൈവത്തിലേക്ക് എനിക്ക് പോണം, അങ്ങോട്ട് എനിക്ക് എത്തണം എന്ന തിയറി പഠിച്ചിട്ട് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളെ ആത്മാവ് ഇതിലൊന്നിലും പെടാതെ നേരെ അതിലോട്ട് പോകാനായി ശ്രമിക്കും. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കി, എന്താണ് അറിവ്, ഇതാണ് അറിവ്, ജ്ഞാനം, അറിവ്. ഇത് ലഭിച്ച ഒരു വ്യക്തിക്ക് ആ ഹൈ തലത്തിലോട്ട് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ആത്മാവ് അങ്ങോട്ട് പോകാനായി ശ്രമിക്കുക. കാരണം നമ്മൾ അറിവ് മനസ്സിലാക്കി ആത്മാവിന് കൊടുത്തു. അപ്പൊ ആത്മാവ് അത്രയും ലെവലിലേക്ക് എത്തി. ഇപ്പൊ ചില ആത്മാക്കൾക്ക് ഭൂമിയിലുള്ളത് ഈ അറിവൊക്കെ ലഭിച്ചിട്ട് വന്ന ജന്മത്തിലുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് സൃഷ്ടാവാ ദൈവം മതി, എനിക്ക് ആ ദൈവത്തിൽ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നതിന്റെ കാരണമേ അവരുടെ മുൻ ജന്മങ്ങളിലൂടെ അത്രയും അറിവും ആത്മജ്ഞാനവും ലഭിച്ചത് കൊണ്ടാണ് അവർക്ക് ഈ ജന്മത്തിൽ ഈ ചെറുതിലൊന്നിലും ഉടക്കാതെ നേരെ എനിക്ക് ദൈവം, ആ സൃഷ്ടാവൻ ദൈവം മതി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ യൂട്യൂബിലും അതിലൂടെയൊക്കെ കണ്ട് പലരും പല കാഴ്ചകളൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നതിൽ പലരും ഒട്ടും ആത്മവളർച്ച ഇല്ലാത്തവരാണ്. അപ്പൊ അവർക്ക് ഈ വിധ സത്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞുകൂടാ. ഇപ്പൊ അല്ലെ ഗുരുക്കന്മാരായിരിക്കുന്ന പലർക്ക് പോലും ഈ വിധ അത്രയും ഹൈ ലെവലിലോട്ടുള്ള ആത്മവളർച്ച വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഈ മായാലോകത്ത് കാണുന്ന ഇങ്ങനെയുള്ള അവരുടെ ഭാവനാ ലോകത്ത് കുടുങ്ങിക്കിടന്നിട്ട് എല്ലാം ഓക്കെയായി, ഇതാണ് സത്യം എന്ന് വിശ്വസിക്കുന്നതേ അവർക്ക് അതിനപ്പുറത്തോട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. പക്ഷെ അവർ ആ ഗുരുസ്ഥാനത്തിലേക്ക് ഇരിക്കുന്നത് കൊണ്ട് അതിനപ്പുറത്തോട്ട് ആരെങ്കിലും പറഞ്ഞാലോ പറഞ്ഞു മനസ്സിലാക്കി വെച്ച് കൊടുത്താലോ അവരനുഭവിക്കുന്നതിൽ അവർ ഉറച്ചു നിൽക്കും. അതിനപ്പുറത്തോട്ട് അവരുടെ മനസ്സ് ഉയർന്നു പോകൂല. കാരണം അവരുടെ മനസ്സ് ഇതാണ് സത്യം എന്നതിലേക്ക് ആയിപ്പോയി. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് അടുത്ത ജന്മം, ഈ മരണശേഷം അവർക്ക് ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ പറ്റും. അത് മറ്റേ അദൃശക്തികൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇതല്ലായിരുന്നു, ഇതിനപ്പുറത്ത് വേറെ ഉണ്ടായിരുന്നു, ഇതിനപ്പുറത്തോട്ടും വേറെ ഉണ്ട്, നീ ഇതിൽ മാത്രം നിന്ന് കുടുങ്ങിപ്പോയി എന്ന് മരണശേഷം മാത്രമേ അവർക്ക് പിടികിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ആരെന്ത് പറഞ്ഞു കൊടുത്താലും പെട്ടെന്ന് അവരങ്ങോട്ട് ഗ്രഹിക്കില്ല. ഇനി അങ്ങനെ വല്ല ഗ്രഹിക്കണമെങ്കിൽ നല്ലൊരു അത്ഭുതം അവർക്ക് തന്നെ അനുഭവത്തിലൂടെ പലതും മനസ്സിലാക്കണം. അത് ദൈവം വിചാരിച്ചാലേ അത് നടക്കുള്ളൂ. നമ്മളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ കാണുന്നവരും കാണാൻ വേണ്ടി പറയുന്നവരും ഇത് കണ്ട് ആസ്വദിക്കുന്നവരൊക്കെ ഇതിനപ്പുറത്തോട്ടും പല തലങ്ങളുണ്ട്. ഇതെല്ലാം ശിശുക്കൾക്ക്, കാര്യം ഹൈന്ദവ ആ ദർശനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ രൂപങ്ങളും ഇതെല്ലാം ഭാവനാ രൂപങ്ങളാണ്. ഇത് ശിശുക്കൾക്ക്, ശിശുക്കൾക്ക് പടിപടിയായിട്ട് ഉയർന്നു വരുന്നതിന് മുന്നമേ ഉള്ള ആ ക്ലാസ്, ആ ഗുരുക്കന്മാർ ശിഷ്യർക്ക് പറഞ്ഞു കൊടുത്ത രീതിയാണ് ഈ ഭാവനാ രൂപങ്ങൾ. അപ്പൊ ഈ ഭാവനാ രൂപത്തിൽ നമ്മുടെ മനസ്സ് അത്രയും വളർന്നു നിൽക്കുമ്പോൾ
നമ്മുടെ ആത്മാവ് ആ ഭാവനാ രൂപത്തിന്റെ മായ കാഴ്ചകളെ കാണുള്ളൂ, അതിനപ്പുറത്തോട്ട് അവർ കാണൂല. കാരണം അതിനപ്പുറത്തോട്ട് അവർക്ക് അറിവ് വന്നിട്ടില്ല, അവരിപ്പോഴും ശിശുത്വത്തിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് അതിനപ്പുറത്തോട്ട് അവർക്ക് പോകാൻ പറ്റാത്തത്. അപ്പൊ ഇങ്ങനെയുള്ള പല തലങ്ങളും നമ്മുടെ ഈ മറ്റ് ഡയമെൻഷനിലും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഏറ്റവും മുകളിൽ ഉള്ള ഇത് കണ്ടോ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയുള്ള ഭാവനാ കാര്യങ്ങൾ പക്ഷെ കണ്ടിട്ട് മനസ്സിലാക്കിക്കൊള്ളണം, ഇതെല്ലാം എന്റർടൈൻമെന്റ് ആണ്. നമ്മുടെ കാഴ്ചകളിലൂടെ ഭാവനകളിലൂടെ നമ്മുടെ ആത്മാവ് താൽക്കാലികമായി സൃഷ്ടിക്കപ്പെട്ട ആ മായാലോകത്ത് പോയി, ആ ഭാവനാ ലോകത്ത് പോയി ചില കാഴ്ചകളും കാര്യങ്ങളും കണ്ട് ആസ്വദിച്ചതാണ് എന്ന് സത്യം തിരിച്ചറിയണം. പിന്നെ ചിലര് ഭാവിയെക്കുറിച്ച് ആഗ്രഹിക്കും. ആ ഭാവിയിൽ എന്ത് സംഭവിക്കും, യുദ്ധം നടക്കുമോ, അത് നടക്കുമോ എന്ന് അവൻ അതിയായി ആഗ്രഹിച്ച് അതിനുവേണ്ടി ധ്യാനിച്ചാൽ നമ്മുടെ ആത്മാവിന് അത്രയും കഴിവുണ്ടെങ്കിൽ, ആത്മീയ വളർച്ച ഉണ്ടെങ്കിൽ അത് പോയിന്റാണ്. ഇല്ലെങ്കിൽ ഒന്നും ആത്മാവിന് അത്രത്തോളം തലത്തിൽ പോകാൻ പറ്റൂല. അത് കുറച്ചും കൂടെ ഉയർന്നു നിൽക്കുന്ന ഒരു തലമാണ് ഭാവിയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുടെ കാഴ്ച. അപ്പൊ നമ്മൾ അത് ആഗ്രഹിച്ച് എനിക്ക് അതറിയണം എന്ന് നമ്മൾ അതിയായി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ നമ്മൾ ആത്മാവ് ആ തലത്തിലോട്ട് പോകും. ഈ ഭാവനാ ലോകത്ത് പോയി ഈ ഭാവനയാൽ കണ്ട് എൻജോയ്മെന്റ് ചെയ്ത് വന്നാലും മനസ്സിലാക്കിക്കൊള്ളണം, ഇത് താൽക്കാലികമായി രൂപപ്പെട്ട് നിങ്ങളുടെ മനസ്സിന്റെ കാഴ്ചപ്പാട്. ഇപ്പൊ ഒരു കൊച്ചു കുട്ടിയാണെങ്കിലും അവന്റെ മനസ്സിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഗണപതി അല്ലെങ്കിൽ ഈ മുരുകൻ അല്ലെങ്കിൽ ഈ ഹനുമാൻ എന്നൊക്കെ പറഞ്ഞ ഒരു കൊച്ചു കുട്ടിയായിട്ട് കാർട്ടൂണിലൂടെയും ബൊമ്മ കളിച്ചും ആ ലഡു തിന്നും ക്രിക്കറ്റ് കളിച്ചും ഇങ്ങനെയൊക്കെ അവന്റെ മനസ്സത്രേ ഉള്ളൂ. അപ്പൊ ആ മനസ്സിൽ ആ ഒരു പിക്ചറിൽ ഇരിക്കുന്ന ആ ആത്മാവിന് മറ്റേ ഡയമെൻഷനിൽ പോകുമ്പോൾ ആ വളർച്ചയിലൂടെയാണ് ആ ഡയമെൻഷനിലോട്ട് പോണത് ഇവിടെ ഈ ഭാവനാ ലോകത്ത് പോകും. ഭാവനാ ലോകത്ത് തന്നെ നേരെ പോകാൻ കാരണം എന്താണ്? ആദ്യം കണ്ടവർ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ ഒരു ലോകമുണ്ട്, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ ഇത് കാണാൻ പറ്റും, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ ഇങ്ങനെ അനുഭവിക്കാൻ പറ്റും എന്ന് പറയുമ്പം ആൾറെഡി നമ്മുടെ ആത്മാവ് അങ്ങോട്ട് പോകാനായിട്ട് കേൾവിയാൽ പ്ലാൻഡായി. പിന്നെ ആ വ്യക്തി എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തിരുന്നാലും ഈ കേട്ട അറിവ് വെച്ചുകൊണ്ട് ആത്മാവ് നേരെ ചാടി ആ ലോകത്ത് പോകാനേ നോക്കുള്ളൂ. പോകുമ്പോൾ നേരത്തെ കേട്ട് അറിഞ്ഞ വെച്ചും കൊണ്ട് അവന്റെ ആത്മീയ വളർച്ച വെച്ചും കൊണ്ട് ഒരു താൽക്കാലിക മായ അവിടെ സൃഷ്ടിക്കപ്പെടുകയും ഒരു ഭാവന കഥകൾ രൂപപ്പെട്ട് വരികയും അതിലൂടെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരികയും ചെയ്യും. യഥാർത്ഥം പറഞ്ഞാൽ അവിടെ അങ്ങനൊരു സംഗതിയേ ഇല്ല. പക്ഷെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വ്യക്തി അനുഭവിച്ചത് കാരണം ഉണ്ട്. ഇനി ആരെന്ത് ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഒരു വേദന, ഈ കൈക്ക് ഒരു വേദന എന്നൊരാൾ പറയണം, അവൻ വേദന അനുഭവിക്കുകയും ഡോക്ടർ പറയണ് അവിടെ ഒന്നുമില്ല, നമ്മൾ പറയണ് ഒന്നുമില്ല, നമ്മൾ തൊട്ടു നോക്കി കാഴ്ചയിൽ ഒന്നുമില്ല, പക്ഷെ അവൻ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്നുമില്ല എന്ന് എത്ര പറഞ്ഞാലും അനുഭവിക്കുന്നവൻ അവിടെ ഉണ്ടെന്നേ അവൻ വിശ്വസിക്കുകയുള്ളൂ. ഈ വേദന ഉള്ളതായിട്ട് അവന് ചില നെഗറ്റീവോ പോസിറ്റീവോ അല്ല അവന്റെ ആത്മാവോ അത് ഉള്ളതായിട്ട് അനുഭവിപ്പിച്ചു കൊടുത്താൽ അവൻ അതേ വിശ്വാസമുള്ളൂ. നമ്മളിനി ആരെന്ത് പറഞ്ഞാലും അവന്റെ വിശ്വാസം അങ്ങനെ ആയതുകൊണ്ട് അത് മാറാൻ പറ്റൂല. അപ്പൊ അവിടെ വേണ്ടത് എന്താണ്? അറിവ് കൊടുക്കണം. ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിലെ സത്യം എന്നുള്ള അറിവ് ഒരാൾക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ അറിവ് വെച്ചിട്ട് അവൻ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റൊരു ലെവലിലോട്ട് പോയിട്ട് പല കാഴ്ചകളും കാണണം, അതിനപ്പുറത്തോട്ട് പോയിട്ട് പല കാഴ്ചകളും കാണണം. ഇപ്പൊ നമുക്ക് ഈ മായലോകത്ത് പോണ്ട, ഭാവി നടക്കുന്ന അതിലും കാണാൻ പോണ്ട. നമുക്കൊരു വിഷയമുണ്ടെങ്കിൽ ഈ വിഷയത്തിന്റെ കാരണം എന്ത്, അതിന്റെ സൊല്യൂഷൻ എന്ത്, ആ ലോകത്തേക്ക് നമ്മുടെ ആ ഡയമെൻഷനിലേക്ക് നമ്മുടെ ആത്മാവ് വിട്ടുകൊടു. നമ്മളെ ആത്മാവ് എങ്ങോട്ടും പോകാൻ റെഡിയാണ്. ഇപ്പൊ ഭാവന ലോകത്ത് പോകണമെങ്കിൽ അങ്ങോട്ട് പോകും. ഭാവി വരുന്ന കാഴ്ച, അത് നടക്കാൻ പോകുന്ന സംഭവത്തെ കുറിച്ചുള്ള പ്ലാനിങ് വെച്ചിരിക്കുന്ന ലോകത്ത് പോകണമെങ്കിലും അങ്ങോട്ട് പോകും. നമുക്കൊരു വിഷയമുണ്ട്, ഒരു രോഗമുണ്ട്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രശ്നമുണ്ട്. ഇതിന് കാരണം എന്താണ്, ഇതിന് തടസ്സം എന്താണ്, ഇത് മാറാൻ ഞാൻ എന്ത് ചെയ്യണം? അങ്ങോട്ട് നിങ്ങൾ ആത്മാവിനെ വിട്ടുകൊടു. നിങ്ങൾ ആത്മാവ് ടപ്പന് അങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് അത് കണ്ടുപിടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും സോൾവ് ആയി പറ്റിയിരിക്കും. ഞാൻ നേരത്തെ ഒന്നും ഇത്രയും വിശദീകരിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്റെ ലക്ഷ്യം നമ്മുടെ ആത്മാവിനെ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ആ മേഖലയിലൂടെ സഞ്ചരിപ്പിച്ചിട്ട് വെറുതെ സമയം കളയാതെ നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും അറിയാവുന്ന ആ മേഖലയിലേക്ക് ആ ആത്മാവിനെ അങ്ങോട്ട് വിട്ടിട്ട്, കാരണം നമ്മുടെ മനസ്സ് എങ്ങോട്ടാണോ പോകേണ്ടത്, എന്താണോ ആവശ്യം, എന്താണോ വേണ്ടത്, ആ അറിവിലൂടെ ആത്മാവ് സഞ്ചരിക്കുകയുള്ളൂ. ആത്മാവിനെ നമ്മൾ അങ്ങോട്ട് വിടണം. ആ മേഖലയിലേക്ക് വിട്ടിട്ട് നമ്മുടെ വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ ക്ലിയർ ആയാൽ നമ്മുടെ ഭൂമിയിലെ കർമ്മ മേഖലകൾ ഓക്കെ വരും, ടെൻഷൻ ഫ്രീ ആകും, നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥത കിട്ടും. അതിലൂടെ നമുക്ക് പിന്നീട് ദൈവത്തിലേക്ക്, സൃഷ്ടാവാൻ ദൈവത്തിലേക്ക് നമുക്ക് ഉയർന്നു വരാനും പറ്റും. അതിനു വേണ്ട ആത്മീയ വളർച്ചയ്ക്ക് നമുക്ക് ഭൂമിയിൽ ദൈവത്തിന്റെ നിയമങ്ങളെല്ലാം പാലിച്ച് മുന്നോട്ട് പോകാനും പറ്റും. അപ്പൊ നമുക്കൊരു വിഷയങ്ങളോ പ്രശ്നങ്ങളോ വന്ന് ഭ്രാന്തെടുത്ത് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആർക്കും
ദൈവത്തിന്റെ ബാക്കി നിയമങ്ങൾ പാലിക്കാനോ ആ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനോ ആ മോക്ഷം എന്ന ലെവലിലേക്ക് പോകാനോ കഴിയൂല. അതുകൊണ്ടാണ് ഫസ്റ്റ് ആത്മാവിനെ ഈ ലെവലിലേക്ക് വിട്ട് നമ്മുടെ ഇപ്പോഴത്തെ വിഷയങ്ങളും പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കുറച്ചും കൂടെയൊക്കെ നിങ്ങൾക്ക് വിശദമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഈ ഡയമെൻഷനിൽ മറ്റേലൊക്കെ കയറി ഇങ്ങനെ ഈ കാഴ്ചകൾ കാണുന്നു, അത് കാണുന്നു, ഇങ്ങനെ കാണുന്നു, അപ്പൊ അതെന്തുകൊണ്ടാണ്, നമുക്കൊന്നും അങ്ങനെ കാണേണ്ട ആവശ്യമില്ലേ, അപ്പൊ ഇങ്ങനെ ഇല്ല, ഇതൊക്കെ ഭാവന രൂപങ്ങളാണ് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ പോയി കാണാൻ പറ്റുന്നത്? അപ്പൊ അവിടെയൊക്കെ ഈ വിധ ശക്തികളും രൂപങ്ങളും ദേവി ദേവന്മാരും ഇവരൊക്കെ അവിടെ ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ചില കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തന്നത്. ഇപ്പോ കുറച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.